കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു നയം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരൊരു തീരുമാനമെടുത്തതിന് ശേഷം അത് തെറ്റാണെന്ന് അവർക്ക് സമ്മതിക്കാൻ വർഷങ്ങളോളം എടുക്കും. കേരളത്തിൻ്റെ പൊതുവായൊരു ഈ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ നടത്തിയ സമരങ്ങൾ, ആ സമരങ്ങൾ വിജയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമായിരുന്നു? കമ്പ്യൂട്ടറിനെതിരായിട്ടുള്ള സമരം, നമ്മുടെ മറ്റേ ബാങ്കിങ് മേഖലയ്ക്കെതിരായിട്ടുള്ള സമരങ്ങൾ, കാർഷിക മേഖലയ്ക്കെതിരായി ട്രാക്ടറിനുമെതിരെ നടത്തിയിട്ടുള്ള സമരങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അവരെ പരിശോധിച്ച് നോക്കാം. നമ്മുടെ വിദേശ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, സ്വയാശ്രയ കോളേജുകളുമായിട്ടുള്ള എതിരായിട്ടുള്ള സമരം, ഈ സമരങ്ങളെല്ലാം കേരളത്തിലെ ജനത പരാജയപ്പെടുത്തിയതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ഈ നിലയിലെങ്കിലും മറ്റു സംസ്ഥാനങ്ങളുമായി ലോക സാഹചര്യങ്ങളുമായി യോജിച്ചു പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരാജയമാണ് അതിന് കാരണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന്, നേരത്തെ വളരെ താമസിച്ചാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നതെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജയപത്മകുമാർ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. സംസ്ഥാനത്തിൻ്റെ കൈവശം പണമില്ല. ഇനി സ്വകാര്യ മേഖലയിൽ നിന്ന് പണം കൊണ്ടുവന്നല്ലാതെ ഈ പദ്ധതികളൊക്കെ എങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്ന ചോദ്യം ധനവകുപ്പിന് മുന്നിൽ നിൽക്കുകയാണ്. അല്ല, അതാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഈ ഇപ്പോഴത്തെ കണക്കും ഞാൻ അതാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ കണക്കിൽ എനിക്ക് മനസ്സിലായത് കഴിഞ്ഞതിനേക്കാൾ റവന്യൂ വരവ് 900 കോടി രൂപയുടെ റവന്യൂ വരുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കമ്മി ഏകദേശം 27,000, കഴിഞ്ഞതിനത് വെറും 19,000 കോടി രൂപയായിരുന്നു കമ്മി എങ്കിൽ ഇപ്പോൾ 27,000, 900 കോടിയുടെ വരുമാനം വരുമ്പോൾ 19,000 കോടി എന്നുള്ളത് 27,000 കോടി, 28,000 കോടിയിലേക്ക് നമ്മുടെ റവന്യൂ കമ്മി പോകുന്നു എന്ന് പറയുമ്പോൾ വരുമാനവും നമ്മുടെ ചെലവും തമ്മിലുള്ള നമ്മുടെ സാമ്പത്തിക മേഖല എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫാമിലി കോഡും അതേപോലെ ചെക്ക് കേസിലൊക്കെ പോകുന്ന ആളുകളെ, വലിയ ആളുകളൊക്കെ ആർബിട്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ പോകുമ്പോൾ സാധാരണ കോടതിയിലെത്തുന്നത് സാധാരണക്കാരായ ആളുകൾ, അവർക്ക് മുകളിൽ നികുതി ഏർപ്പെടുത്തി വരുമ്പോഴത്തേക്ക് അതേസമയം നമ്മുടെ വലിയ ബസ് മുതലാളിമാർക്ക് സൗജന്യം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഫീയൊക്കെ കേരളത്തിൽ രജിസ്ട്രേഷൻ ഫീയൊക്കെ കുറച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോളിസി ചേഞ്ചാണ്. അത് നല്ല കാര്യം തന്നെയാണ്. കാര്യം ഇവർ നമ്മുടെ സാമൂഹ്യ യാഥാർത്ഥ്യം മനസ്സിലാക്കി ആ നിലയിലേക്ക് തിരിയുന്നത് നന്നാണ്. പക്ഷേ ഇതിൽ ഗുണകരമായി പാവപ്പെട്ട ആളുകൾക്ക് ഗുണകരമായി ഒന്നും തന്നെ ഇല്ല.